ഹലോ നമസ്കാരം, ഞാൻ സിന്ധു വേണുഗോപാൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് തുടങ്ങുന്നത് ഈ ട്രെയിൻ യാത്രയിലാണ് കേട്ടോ. ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. മഞ്ജു, അമൃത, ഞാൻ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാർ അടുത്ത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങുന്നത് തൃശ്ശൂർ സ്റ്റേഷനിലാണ് കേട്ടോ. ഇപ്പോൾ ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ. ഇത്രയും ഭംഗിയുള്ളൊരു വിഷയം അത് ഒഴിവാക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് അതും കൂടെ ഇതിനകത്ത് ചേർത്തത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തൃശ്ശൂരെത്തി. തൃശ്ശൂരിൽ നിന്ന് പെരിങ്ങോട്ടുകരയ്ക്ക് ഒരു 35-40 മിനിറ്റോളം ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ക്യാബ് എടുത്ത് പെരിങ്ങോട്ടുകരയ്ക്ക് പോവാണ്. അപ്പോൾ ഈ ദേവസ്ഥാനത്തിൽ ഞാൻ ഇത് 2ാമതാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഗുരു ഗോപിക ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ പുതിയ പ്രൊഡക്ഷനായ കണ്ടേൻ സ്വപ്നം എന്ന് പറഞ്ഞ ഒരു ഡാൻസ് ഡ്രാമയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആർട്ടിസ്റ്റുകൾ ഒരുപാട് എൻകറേജ് ചെയ്യുന്ന ഈ ദേവസ്ഥാനത്തിൽ എപ്പോഴും പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് 100 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളും ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭാരത് നൃത്തോത്സവം എന്ന് പറഞ്ഞ് 100 ദിവസം കണ്ടിന്യൂസ്ലി ഡെയിലി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അത് പലതരത്തിൽ പല ഭാഗത്തുനിന്ന് പല സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാർ, വിദേശത്തു നിന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുക്കും കേട്ടോ. നമുക്കങ്ങനെ രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിക്കുക അങ്ങനെയൊന്നും നടത്തുന്ന ഫെസ്റ്റിവലല്ല. ഇതെല്ലാം ഫ്രീ ആയിട്ടാണ്. നമുക്ക് അവിടെ താമസം എല്ലാം സൗകര്യം ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ താമസിച്ച ഗസ്റ്റ് ഹൗസാണിത്. ഇത് അമ്പലത്തിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ അവിടെ രാവിലെ എത്തി, കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി കേട്ടോ. സാധാരണയുള്ള അമ്പലങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇത് ഗോൾഡൻ ഫിനിഷിലാണ് കേട്ടോ ഇതിനകത്തുള്ള വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭയങ്കര റിച്ച് ലുക്കാണ് ഈ അമ്പലത്തിന്. അതുപോലെ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഇന്ന ആൾക്കാരെ പോകാൻ പാടും, ഇന്ന ഡ്രസ്സ് ഇട്ടിട്ട് പോകണം, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല, അങ്ങനെ ഒരു തരത്തിലുള്ള നിബന്ധനകളും ഇല്ലാത്തൊരു അമ്പലമാണ്. ഈ ആനയെ കണ്ടോ? ആർട്ടിഫിഷ്യൽ ആനയാണ് കേട്ടോ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ റിയൽ ആണെന്ന് തോന്നും. എല്ലാ മൂവ്മെൻറ്റ്സും എല്ലാം അതേപോലെ ഒരു റിയൽ ആനയുടെ. ഇങ്ങനെയാണ് ആനകളെ എഴുന്നള്ളിക്കുന്നതെങ്കിൽ പാവങ്ങൾക്ക് തല്ലുകൊള്ളാതെയും കാലിൽ വേദനയും പൊട്ടി ചൂടത്തും ഇങ്ങനെ കൊട്ടും ഭയങ്കര ശബ്ദങ്ങളൊക്കെ സഹിച്ചൊക്കെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇങ്ങനത്തെ ആനകളാണ് എഴുന്നള്ളിക്കുന്നതെങ്കിൽ. പലപ്പോഴും അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആനകളെയൊക്കെ കാണുമ്പോൾ അവരുടെ ദയനീയ അവസ്ഥ കണ്ട് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ആന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശരിക്കും അടുത്ത് പോയി നിൽക്കാൻ പേടി തോന്നും, കാരണം അത്രയും റിയലായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഇത് നാളെ ഞങ്ങൾ ഡാൻസ് ചെയ്യാൻ പോകുന്ന സ്റ്റേജാണ്. അവിടെ ഗോപിക ചേച്ചി ഈ ശതദിന നൃത്തോത്സവത്തിനെ കുറിച്ച് പറയുന്നതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സ്റ്റേജിൽ. അതൊക്കെ കണ്ടു. ഞങ്ങൾ അതിന് ശേഷം അവിടെ അമ്പലത്തിൽ തന്നെ ഭക്ഷണം കഴിച്ചു കേട്ടോ. ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ വൈകിട്ട് തൃശ്ശൂർക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു AR ഗോൾഡ് കവറിങ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഈ പോകുന്ന വഴി കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു പാടത്തിൻ്റെ അത് കൂടെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നത് ഡാൻസിന് പറ്റുന്ന എന്തെങ്കിലും തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ജ്വല്ലറി എന്തെങ്കിലും വാങ്ങിക്കാമെന്നുള്ള തരത്തിലാണ് പോയത്. പക്ഷേ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ, അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. ഇത് 1 ഗ്രാം ഗോൾഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ആഭരണങ്ങളായിരുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരുവിധം ആർട്ടിഫിഷ്യൽ സംഭവങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ പാലയ്ക്ക് റെഡ് കളറിലുള്ള മാല, പച്ച കളറിലുള്ള പാലയ്ക്ക്, അതെല്ലാം ഞങ്ങളുടെ കയ്യിലുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ വാങ്ങിച്ചില്ല. പക്ഷെ നോർമൽ നമുക്ക് സാധാരണ ഒരു സെറ്റ് മുണ്ടിൻ്റെ സെറ്റ് സാരിയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ആഭരണങ്ങൾ അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ വള, മാല, കുഞ്ഞ് സെറ്റായിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാദസരം, അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങി. അപ്പോൾ ഇവിടെ തൃശ്ശൂർ അടുത്ത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വല്ല എത്നിക് വെയറിൻ്റെ കൂടെ ഇടാനുള്ള ആഭരണങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കടയിൽ വന്നോളൂ കേട്ടോ. ഇത് നല്ലൊരു കടയാണ്. AR ഗോൾഡ് എന്ന് പറയുന്നത്. ഗോൾഡ് കവറിങ് ഓർണമെൻറ്റ്സ് ആണ് അവിടെ കിട്ടുന്നത്. അതിനടുത്ത് തന്നെയുള്ള ഒരു ചായക്കടയിൽ കയറി ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. നാട്ടിലെ കുഞ്ഞ് ചായക്കടകളിൽ ചായ എപ്പോഴും ഞങ്ങൾക്കൊരു വീക്ക്നെസ്സാണ്. ഞങ്ങൾ എപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും ഞങ്ങളങ്ങനെ ചെറിയ ചായക്കടകളിൽ പോയിട്ട് കഴിക്കാറുണ്ട്. അവിടുത്തെ ഈവനിങ് സ്നാക്സ് എല്ലാം നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അവിടെ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, ഈവനിങ് ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലാണ് പോകുന്നത്. റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു ചെറിയ ചായക്കടയായിരുന്നു അത്. പക്ഷേ എന്നാലും നിറയെ തിരക്കുണ്ടായിരുന്നു. നിറയെ ആൾക്കാർ വന്ന് അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അത് AR ഗോൾഡിന് തൊട്ട് മുമ്പിൽ തന്നെയാണ് കേട്ടോ ഈ കടയുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് തൃപ്രയാർ അമ്പലത്തിലാണ്. അപ്പോൾ ഈവനിങ് കറക്റ്റ് അമ്പലം തുറക്കുന്ന സമയത്തേക്കാണ് ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ലാതെ ഞങ്ങൾക്ക് തൊഴാൻ പറ്റി. അപ്പോൾ തൃപ്രയാർ ഞാൻ ഇതിനു മുമ്പ് പെരിങ്ങോട്ടുകര വന്നപ്പോൾ തന്നെയായിരുന്നു ഇവിടെ തൊഴുതിട്ടുണ്ടായിരുന്നത്. മഞ്ജുവിൻ്റെ സ്ഥലമാണ് തൃശ്ശൂർ, അതുകൊണ്ട് ഇതെല്ലാം അറിയുന്ന സ്ഥലങ്ങളായിരുന്നു.
അമൃത ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ ഞങ്ങൾ മീനൂട്ട് എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ ഈ ചെയ്യുന്നത്. മത്സ്യങ്ങൾക്ക് നമ്മൾ അരി അതൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു അവിടുത്തെ ഒരു വഴിപാടാണ് ഇത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ റെഡിയായി ഡാൻസിന് വേണ്ടി റെഡിയായിട്ട് അമ്പലത്തിലെത്തിയതാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിന് ഞങ്ങൾ 3 പേരും അല്ലാതെ കൂടാതെ ഞങ്ങളുടെ കൂടെ ഒരു ചെറിയ കൃഷ്ണൻ്റെ വേഷം ചെയ്യാൻ വേണ്ടി ഒരു മോളുണ്ടായിരുന്നു. മോളുടെ പേര് സൂര്യഗായത്രി എന്നായിരുന്നു. സൂര്യഗായത്രി പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ അധിപതി ഡോക്ടർ ഉണ്ണിസ്വാമിയുടെ പേരക്കുട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേര് കൂടിയാണ് ഈ പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ അങ്ങനെ അന്നത്തെ പ്രോഗ്രാം തുടങ്ങുകയാണ്. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിനെ കുറിച്ച് കുറച്ച് സംസാരിച്ചു. അത് ഭാഗവതമായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനു മുമ്പ് ഭാഗവതം ചെയ്തപ്പോഴെല്ലാം വലിയ ടീമായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ 4 പേരായിട്ട് ചെയ്യുന്നത്. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. അന്ന് തന്നെ അമൃതയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോഗ്രാം കാണാനും അമൃതയും കൂട്ടി ബാംഗ്ലൂർക്ക് ഒരു ലോങ് ഡ്രൈവൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനും മഞ്ജുവും കൂടെ ട്രെയിൻ ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്ത് ഞങ്ങളും അവരുടെ കൂടി കാറിൽ പോകാമെന്ന് വിചാരിച്ചു ബാംഗ്ലൂർക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നിന്ന് ഇറങ്ങി ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് ഒറ്റപ്പാലത്തിനടുത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടുണ്ട്. അവിടെ കയറി അമ്മയെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. മദറിനില്ല സുഖമില്ലാതിരിക്കായിരുന്നു. അപ്പോൾ അതുകൂടി പ്ലാനിലുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് നേരിട്ട് പാലക്കാട് പോവാതെ ഒറ്റപ്പാലം വഴിക്ക് പാലക്കാട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ കോതകൃഷി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ അമ്മയെ കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നു. അപ്പോൾ അമ്മ കുഴപ്പമൊന്നുമില്ല, ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, ഫിസിയോതെറാപ്പി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് വീട്ടിലിരുന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂറോളം റെസ്റ്റൊക്കെ എടുത്തു, ചായയൊക്കെ കുടിച്ചു. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി തിരിച്ച് ഞങ്ങൾ ഒറ്റപ്പാലം വന്ന് ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് വലിയൊരു പണി കിട്ടി. അതായത് ഒറ്റപ്പാലം ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. അത് ക്ലിയറായിട്ട് എന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ കുട്ടികളൊക്കെ തന്നെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ടായിരുന്നു. കുറച്ച് കോമ്പറ്റീഷൻ പോലെയാണെന്നാണ് പറഞ്ഞത്. ഒരു കാറിലിരുന്ന് ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ എവിടെയോ ഗ്രൗണ്ടിൽ പോയി അവിടെ കോമ്പറ്റീഷൻ പോലെയാണ്, ഓരോ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ഒരു ടീമായിട്ട് അങ്ങനെ കോമ്പറ്റീഷൻ ആണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഭയങ്കര ക്രൗഡായിരുന്നു. അപ്പം നമ്മളൊരു 40 മിനിറ്റ്സ് എടുക്കേണ്ടതിന് അവിടെ ഒരു 2 മണിക്കൂറോളം ഞങ്ങൾക്ക് അവിടെ വേസ്റ്റായി. അന്ന് ആക്ച്വലി വൈകിട്ട് 11:30 12 ആകുമ്പോഴേക്കും ബാംഗ്ലൂരിൽ എത്തും എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവത്തോടു കൂടി ഞങ്ങളുടെ പ്ലാനെല്ലാം പൊളിഞ്ഞു. അതൊരു അമൃതയ്ക്കും ഹസ്ബൻഡിനും കൊടുത്തൊരു വലിയ പണിയായി. അവരുടെ പ്ലാനൊക്കെ തെറ്റി. അവർ വൈകിട്ട് തിരിച്ച് വീട്ടിലെത്താമെന്ന് വിചാരിച്ചതായിരുന്നു. അത് നടന്നില്ല. ഞങ്ങൾ തിരിച്ച് കുറേ ലേറ്റായിട്ടാണ് അവിടുന്ന് പാലക്കാട് എത്തിയത് തന്നെ. ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട് എത്താൻ ഞങ്ങൾക്ക് ഒരുപാട് സമയമെടുത്തു. അങ്ങനെ അവിടുന്ന് പാലക്കാട്ടിൽ നിന്ന് കോയമ്പത്തൂർ എത്തി. അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. ഹൈവേയിൽ തന്നെ ഒരു ഹോട്ടലിൽ നിർത്തി ഡിന്നറൊക്കെ കഴിച്ചു. പക്ഷേ പിന്നീട് യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം അപ്പോഴേക്കും കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം അമൃതയുടെ ഹസ്ബൻഡ് വന്നത് തിരുപ്പൂരിൽ നിന്നാണ്. അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു വീടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു രാത്രി അവിടെ സ്റ്റേ ചെയ്യാം. അങ്ങനെ രാത്രി അവിടെ പോയി സ്റ്റേ ചെയ്തു. ഹൈവേയിൽ നിന്ന് ഒരുപാട് ഉള്ളിലേക്കായിരുന്നില്ല വീട്. അപ്പോൾ കുറച്ച് അടുത്ത് തന്നെയായിരുന്നു. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളൊരു റൂമായിരുന്നു. ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാണെന്ന് പറയുകയുണ്ടായിരുന്നില്ല, അത്രയും നീറ്റായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ 2-3 മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്തിട്ട് രാവിലെ നേരത്തെ എണീറ്റ് വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ അമൃതയുടെ ഹസ്ബൻഡിൻ്റെ പേര് മനേഷ് എന്നാണ്. മനേഷും അമൃതയും മാറി മാറി ഡ്രൈവ് ചെയ്തു. ഞങ്ങളൊരു ഉച്ചയോടുകൂടി ബാംഗ്ലൂരിലെത്തി. അപ്പോൾ വരുന്ന വഴിക്ക് കൃഷ്ണഗിരിയിൽ ഞങ്ങൾ മാമ്പഴം ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പല വെറൈറ്റി മാമ്പഴങ്ങളുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ വിൽക്കുന്ന നിറയെ സ്റ്റോളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കയറി മാമ്പഴമൊക്കെ വാങ്ങിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ഉച്ചയോട് കൂടി ബാംഗ്ലൂരിലെത്തി. ഓരോ യാത്രയും ഓരോ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പക്ഷേ ഈ യാത്ര നല്ല ഓർമ്മകളുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ അമൃതയുടെ വീടിൻ്റെ അവിടെ ഇറങ്ങി ഞാനും മഞ്ജു ഓട്ടോ എടുത്ത് ഞങ്ങളുടെ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗ്. അടുത്തൊരു വ്ളോഗിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.